നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്, സലാസത്തുൻ, 3 വിഭാഗം ആളുകൾ, ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരോട് സംസാരിക്കൂല, വലാ യൻളുറു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് നോക്കുക പോലുമില്ല, വലാ യുസക്കീഹിം, അവരെ ശുദ്ധീകരിക്കുകയില്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുമുണ്ട്. അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല, അഥവാ അവർക്ക് ആശ്വാസം നൽകുന്ന രൂപത്തിലുള്ള, അവർക്ക് സന്തോഷം നൽകുന്ന രൂപത്തിലുള്ള കലാം അതുണ്ടാവില്ല. അതേപോലെ തന്നെ വലാ യൻളുറു ഇലൈഹിം, അള്ളാഹു അവരിലേക്ക് നോക്കുകയില്ല, അഥവാ അള്ളാഹുവിൻ്റെ റഹ്മത്തിൻ്റെ, കാരുണ്യത്തിൻ്റെ, മഗ്ഫിറത്തിൻ്റെ നോട്ടം അവരിലേക്ക് ഉണ്ടാവില്ല. വലാ യുസക്കീഹിം, അള്ളാഹു അവരെ ശുദ്ധീകരിക്കുകയില്ല, വലഹും അദാബുൻ അലീം, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ടാകുമെന്നാണ്. അപ്പോൾ ഇത്രയും ഗൗരവപ്പെട്ട കാര്യം ആർക്കാണ്? അതിലൊന്ന് അൽ മുസ്ബിലു. മുസ്ബിൽ എന്ന് പറഞ്ഞാൽ നെരിയാണിയുടെ താഴെ അഹങ്കാരത്തോടു കൂടി വസ്ത്രം വലിച്ചേക്കുന്ന ആളുകൾ, ജനങ്ങളെ കാണിക്കാൻ വേണ്ടി, തൻ്റെ പ്രതാപവും മറ്റും കാണിക്കാൻ വേണ്ടി, ഞാൻ വലിയ ആളാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നെരിയാണിയുടെ താഴെ വസ്ത്രം വലിച്ചേച്ച് നടക്കുന്ന ആളുകൾ. അത്തരം ആളുകളെ അള്ളാഹു ശുദ്ധീകരിക്കൂല, അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട്. ഖിയാമത്ത് നാളിൽ അള്ളാഹു അവരെ റഹ്മത്തിൻ്റെ നോട്ടം നോക്കുകയില്ല, അള്ളാഹു അവരോട് സംസാരിക്കൂല. അതുകൊണ്ട് നെരിയാണിയുടെ താഴെ വസ്ത്രമാവാതെ പാൻസ് ആണെങ്കിലും തുണിയാണെങ്കിലും ശ്രദ്ധിക്കുക. സ്ത്രീകളൊഴികെ, സ്ത്രീകൾക്ക് നെരിയാണിയുടെ താഴേക്ക് വസ്ത്രം ധരിക്കൽ അനുവദനീയമാണ് എന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടാമത്തേത് വൽ മന്നാൻ, ഒരു ഉപകാരം ചെയ്തിട്ട് അതെടുത്ത് പറഞ്ഞ് മറ്റുള്ളവരെ ഉപദ്രവിക്കുക എന്ന് പറഞ്ഞാൽ, ആളുകൾക്ക് സദഖ നൽകുന്നു, പാവപ്പെട്ടവരെ സഹായിക്കുന്നു, പിന്നീട് ആ സഹായിച്ചത് എടുത്തു പറഞ്ഞ് ജനങ്ങൾക്കിടയിൽ അവരെ ചെറുതാക്കുക, അല്ലെങ്കിൽ അവരിൽ നിന്ന് പ്രത്യുപകാരം ചോദിക്കുക, അങ്ങനെ തുടങ്ങി ചെയ്ത നന്മകൾ എടുത്തു പറഞ്ഞ് ഉപദ്രവിക്കുന്ന ആളുകൾ, അവർക്കും ഇതേ അവസ്ഥയാണുള്ളത്. അതേപോലെ തന്നെ വൽ മുൻഫിഖു സിൽഅതഹു ബിൽ ഹലിഫിൽ കാദിബ്, കള്ളസത്യം പറഞ്ഞിട്ട്, അള്ളാഹുവാണ് എന്ന് പറഞ്ഞിട്ട് കള്ളസത്യം പറയുക. എന്തിന്? തൻ്റെ ചരക്ക് വിറ്റ് പോകാൻ വേണ്ടി ആണയിട്ട് സത്യം പറയുക. ഞാൻ സത്യമാണ് പറയുന്നത് എന്ന് ആണയിട്ട് പറഞ്ഞിട്ട് തൻ്റെ വിഭവം വിൽക്കാൻ വേണ്ടി കളവ് പറയുന്ന ആളുകൾ, അത്തരം ആളുകൾക്കും വേദനയേറിയ ശിക്ഷയുണ്ട്. അവരല്ലാഹു ശുദ്ധീകരിക്കൂല, അവരിലേക്ക് അള്ളാഹു കാരുണ്യത്തിൻ്റെ നോട്ടം നോക്കുകയില്ല, അള്ളാഹു അവരോട് സംസാരിക്കുകയില്ല.